സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ലീനിയർ സെർച്ചിന്റെ അൽഗോരിതമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു മുമ്പ് ഞാൻ ലീനിയർ സെർച്ച് എന്താണെന്നൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ ലീനിയർ സെർച്ച് നിങ്ങൾക്ക് തനിയെ എഴുതുവാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ലീനിയർ സെർച്ച് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അറേ എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ മുകളിൽ കാണുന്ന ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും ഒരു പ്ലേലിസ്റ്റായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് കിട്ടും. അപ്പം അത് നോക്കി നിങ്ങൾ പഠിക്കുക. അപ്പം നമുക്കാദ്യം ലീനിയർ സെർച്ചിന്റെ പ്രോഗ്രാമിൽ നിന്നും എങ്ങനെ അൽഗോരിതം എഴുതാമെന്നാണ് നോക്കുന്നത്. അപ്പം അൽഗോരിതം എന്താണെന്ന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അധികം പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് അൽഗോരിതം എഴുതാൻ പോവുകയാണ്. അപ്പോൾ അൽഗോരിതം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പ് 1 എഴുതി. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ സ്റ്റാർട്ടാണ് കൊടുക്കേണ്ടത്. ഞാൻ സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് 2 എഴുതി. അപ്പം സ്റ്റെപ്പ് 2 നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അത് വെച്ചിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്നത് എൻ്റർ ദ ലെങ്ത് ഓഫ് ആൻ അറേ. അപ്പം നമ്മൾ ലെങ്ത് യൂസറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ ലെങ്ത് ഒക്കെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലാണ് വേണ്ടത്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഓർഡറിൽ തന്നെ ചെയ്യാം. അപ്പം നമ്മൾ എൻ്റർ ദ റൺ അല്ലെങ്കിൽ റീഡ് ദ ലെങ്ത് എന്ന് നമ്മൾ കൊടുത്താൽ മതി. അറേയുടെ ലെങ്ത് നമ്മൾ റീഡ് ചെയ്തു. അപ്പൊ അതിന് ബ്രാക്കറ്റിൽ ഞാൻ n കൊടുക്കുകയാണ്. അപ്പൊ n ഒരു വേരിയബിൾ ആണ്. അപ്പൊ നമ്മൾ അറേയുടെ ലെങ്ത് ഇവിടെ എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേ ഉണ്ടാക്കിയിട്ട് അറേയുടെ എലമെന്റ്സ് റീഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ അതിനുള്ള സ്റ്റേറ്റ്മെന്റ് റീഡ് ദ എലമെന്റ്സ് ഓഫ് ആൻ അറേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ലൂപ്പിന്റെ മെത്തേഡ് എഴുതാം. അപ്പം നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് റീഡ് ദ എലമെന്റ്സ് ഓഫ് ആൻ അറേ എന്ന് കൊടുത്താൽ മതി. നമ്മൾ അറേയുടെ എലമെന്റ്സ് എല്ലാം റീഡ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏത് എലമെന്റ് ആണോ സെർച്ച് ചെയ്യേണ്ടത് ആ എലമെന്റ് നമുക്ക് റീഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അത് റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് സ്റ്റെപ്പ് 4 ആയിട്ട് ഇടുന്നു. അപ്പോൾ സെർച്ചിങ് ഐറ്റം ആണ്. സെർച്ചിങ് ഐറ്റത്തിന് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എലമെന്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് എന്ന് കൊടുത്താൽ മതി. ഇത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സെർച്ചിങ്ങിന്റെ മെയിൻ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. നമ്മൾ സ്റ്റെപ്പ് 5 മുതലാണ് സെർച്ചിങ്ങിന്റെ മെയിൻ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, അതിനു മുമ്പ് ഇനിഷ്യലായിട്ട് ഐ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാക്കി അതിന് 0 കൊടുത്തിട്ടുണ്ട്. പിന്നെ ln എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി -1 കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഐയിലേക്ക് 0 കൊടുത്തു. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 6 ആയിട്ട് നമ്മൾ inലേക്ക് -1 കൊടുത്തു. അപ്പൊ നമ്മൾ -1 inലേക്ക് റീഡ് ചെയ്തു. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 6 എഴുതി. സ്റ്റെപ്പ് 6ന്റെ അകത്ത് ഇനിഷ്യലൈസേഷൻ, അതായത് ഈ ഒരു ഏരിയയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുക്കണം. നമ്മൾ ആ കണ്ടീഷൻ കൊടുക്കാനായി സ്റ്റെപ്പ് 7 എഴുതുന്നു. അപ്പോൾ സ്റ്റെപ്പ് 7 നമ്മൾ ഇഫ് ബ്രാക്കറ്റിലിട്ട് കണ്ടീഷൻ എഴുതിയാൽ മതി, ഐ ലെസ് ദാൻ n. എന്നിട്ട് നമ്മൾ ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കൊടുക്കുക. അല്ലെ നമുക്ക് സ്റ്റെപ്പ് സ്പെസിഫൈ ചെയ്യാം. സ്റ്റെപ്പ് 8 കൊടുക്കുന്നു. അതർവൈസ് ഗോ ടു, ഈ സ്റ്റെപ്പ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ അത് കാരണം അവിടെ സ്പേസ് ഇടും. അത് കഴിഞ്ഞ് നമ്മൾ ആ ഏരിയയിൽ എത്തുമ്പോഴാണ് എഴുതി ചേർക്കുന്നത്. അപ്പം ഇനി 8ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ അതേ കണ്ടീഷൻ ഇവിടെ തന്നെ കൊടുക്കുന്നു. അറേ ഓഫ് ഐ കൊടുക്കുന്നു.
അപ്പോൾ നമ്മൾ ഈ അറേ ഓഫ് ഐ എന്നുള്ളത് റീഡ് എലമെന്റ്സ് ഓഫ് ആൻ അറേയുടെ അവിടെ കയറ്റിയിട്ടുണ്ട്, അറേ ഓഫ് എൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അറേ ഓഫ് ഐ കൊടുക്കുന്നു. ഐ കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈക്വാലിറ്റി ചെക്കാണ്. എന്നിട്ട് നമ്മൾ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ എഴുതുന്നു. ഇറ്റ് ഈസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 8 നമുക്ക് പോകേണ്ടത്, സ്റ്റെപ്പ് 9 അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇപ്പം നിലവിൽ അറിയില്ല. പിന്നെ നമ്മൾ സ്റ്റെപ്പ് 9 എഴുതുകയാണ്. അപ്പൊ സ്റ്റെപ്പ് 9 നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് രണ്ടുമാണ് സ്റ്റെപ്പ് 9 എന്നുള്ളത്. അപ്പൊ സ്റ്റെപ്പ് 9 നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IN-ന്റെ അകത്തേക്ക് ഐ സ്റ്റോർ ചെയ്യുകയാണ്. അപ്പൊ ഐ സ്റ്റോർ ചെയ്യുന്നു. സ്റ്റെപ്പ് 10 നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ആണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന്റെ പുറത്തേക്ക് ആടുകയാണ്. അപ്പൊ ഗോ ടു സ്റ്റെപ്പ്. അപ്പം നമ്മൾ ബ്രേക്ക് കൊടുത്ത് സ്റ്റെപ്പ് ജമ്പ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. കാര്യം നമ്മൾ ഈ ലൂപ്പിന്റെ പൊക്കത്തേക്കുള്ളതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് കഴിഞ്ഞ് അപ്പം നമ്മളവിടെ സ്റ്റെപ്പ് എഴുതി ബ്രേക്ക് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് 11 നമ്മൾ എഴുതുകയാണ്. അപ്പൊ സ്റ്റെപ്പ് 11 എന്നുള്ളത് നമുക്ക് ഈ ലൂപ്പിന്റെ മുകളിലേക്ക് ചാടാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അതിന് എഴുതേണ്ടത് ഗോ ടു സ്റ്റെപ്പ് ലൂപ്പിന്റെ ഇതാണ്. അപ്പം ലൂപ്പിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൂപ്പ് തുടങ്ങുന്ന സ്റ്റെപ്പ് ഇവിടെയാണ്. അപ്പൊ ഗോ ടു സ്റ്റെപ്പ് 7 കൊടുത്തു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഇഫിന്റെ എൽസ് പാർട്ട്, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എൽസ് പാർട്ട് എന്നുള്ളത് ഉറപ്പായിട്ടും 11ാമത്തെ സ്റ്റെപ്പിലായിരിക്കും. അപ്പൊ ആ സ്റ്റെപ്പ് നമുക്ക് അവിടെ കിട്ടി. അപ്പൊ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കായിരിക്കും നമുക്ക് ഓരോ സ്റ്റെപ്പ് കിട്ടുക. അടുത്ത് നമ്മൾ 12ാമത്തെ കൊടുക്കുകയാണ്. 12ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മൾ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇത് ലൂപ്പിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ 12ാമത്തെ സ്റ്റെപ്പാക്കി. കാര്യം ഈ ഒരു ലൂപ്പ് 7ാമത്തെ സ്റ്റെപ്പ് തൊട്ടാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഇവിടെ ഐയുടെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതാം. അപ്പൊ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പിൽ ചെറിയ അപ്ഡേഷൻ എഴുതണം. അപ്പൊ 11ാമത്തെ സ്റ്റെപ്പിലേക്ക് എന്താക്കി അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. അപ്പോൾ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇത് 12 ആക്കി, ഇത് 13 ആക്കി. നമ്മൾ ഇവിടെ കൊടുത്ത ഈ സ്റ്റെപ്പ് 13 ആക്കണം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഈ ഇഫിന്റെ പുറത്തേക്ക് വരും. ഇഫിന്റെ പുറത്ത് വരുമ്പോൾ അപ്ഡേഷൻ നടക്കണം. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, ഗോ ടു സ്റ്റെപ്പ് 7 പോകും. ഈ കണ്ടീഷൻ തെറ്റുന്ന വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആയി. ഇനിയിപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാൽ ചാടേണ്ട 13ലേക്കാണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ബ്രേക്കും ചാടേണ്ടത് 13ലേക്കാണ്. കാരണം ബ്രേക്ക് തെറ്റിക്കഴിഞ്ഞാൽ നേരെ ലൂപ്പിന്റെ പുറത്തേക്കാണ് വരുന്നത്. ഇനി നമ്മൾ നമ്മുടെ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് IN double equal to -1 if it is true, print element. Okay, print element not found otherwise print element found and is located at ln. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രോഗ്രാം. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് 14 നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഇതിന്റെ അൽഗോരിതം ഇത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എലമെന്റ്സ് അറേയിലെ റീഡ് ചെയ്യുന്നു. അറേയിലെ എത്ര ലെങ്ത് ഉണ്ടെന്ന് റീഡ് ചെയ്തിട്ട് അത് എന്നിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറയുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് അറേയുടെ എലമെന്റ്സ് റീഡ് ചെയ്യുന്നു. മൂന്നാമത് നമ്മൾ സെർച്ച് ചെയ്യേണ്ട എലമെന്റ്സ് റീഡ് ചെയ്യുന്നു. നാലാമതായിട്ട് നമ്മൾ ഇനിഷ്യൽ ആയിട്ട് ഐക്ക് വാല്യൂ കൊടുക്കുന്നു. അതുപോലെ LIN എന്ന് പറഞ്ഞ വേരിയബിളിന് വാല്യൂ കൊടുക്കുന്നു. ഇതൊക്കെ എന്താണെന്ന് മുമ്പത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പം അടുത്തതായിട്ട് സ്റ്റെപ്പ് 7 നമ്മുടെ ലൂപ്പിന്റെ തുടക്കം. ലൂപ്പിന്റെ ഈ കണ്ടീഷനാണ് നമ്മൾ സ്റ്റെപ്പ് 7 നോക്കുന്നത്. I less than n അത് ശരിയാണെന്നുണ്ടെങ്കിൽ 8ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ ആണ് പറയുന്നത്. അപ്പൊ 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നതാണ്.
8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ സ്റ്റെപ്പ് 9ലേക്ക് വെക്കൂ. സ്റ്റെപ്പ് 9 എന്ന് പറഞ്ഞാൽ INലേക്ക് I സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റെപ്പ് 9. അപ്പം സ്റ്റെപ്പ് 9 അങ്ങനെ ചെയ്തു. സ്റ്റെപ്പ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ആണ്. ഗോ ടു സ്റ്റെപ്പ് 30. കണ്ടോ, 30 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഫ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ സ്റ്റെപ്പിന്റെ ഉള്ളിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റെപ്പ് 11 നടക്കും. ഇപ്പൊ സ്റ്റെപ്പ് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I-1 അത് നമ്മളിവിടെ അതർവൈസിൽ എഴുതിയിട്ടുണ്ട്. അതർവൈസ് ഗോസ് ടു സ്റ്റെപ്പ് 11 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 11 എന്ന് പറഞ്ഞാൽ ഐയുടെ അപ്ഡേഷൻ ആണ്. അപ്ഡേഷൻ കഴിഞ്ഞാൽ 12ലേക്ക് പോകും. 12 നേരെ ലൂപ്പിന്റെ പൊക്കത്താണ്. ഈ ലൂപ്പിന്റെ പുറത്തിറങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ പുറത്തിറങ്ങുന്നത് 13ാമത്തെ സ്റ്റെപ്പിലാണ്. 13ാമത്തെ സ്റ്റെപ്പ് 2 തവണ വരുന്നുള്ളൂ. ഒന്നെങ്കിൽ ആ ബ്രേക്ക് വരണം. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 10 നടക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ലൂപ്പ് നടക്കാതിരിക്കണം. അതിനുശേഷം നമ്മൾ ആ ഇഫ് കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ട്രൂ, പ്രിന്റ് ദ എലമെന്റ് ഈസ് നോട്ട് ഫൗണ്ട്, അതർവൈസ് ദ പ്രിന്റ് എലമെന്റ് ഈസ് ഫൗണ്ട് ഈസ് ദ ലൊക്കേറ്റഡ് അറ്റ് IN എന്ന് നമ്മൾ കൊടുക്കണം. 14ാമത്തെ സ്റ്റെപ്പായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഇതാണ് ഇതിന്റെ അൽഗോരിതം. അപ്പൊ ഈ അൽഗോരിതം വെച്ച് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇഫിനൊക്കെ നമ്മൾ ഡയമണ്ട് കൊടുക്കുക, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റുകൾക്കൊക്കെ നമ്മൾ പാരലോഗ്രാം കൊടുക്കുക, ഇതിന്റെ പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റുകൾക്കൊക്കെ, അതായത് ഈ പറഞ്ഞ ഐയിലേക്ക് 0 പ്രോസസ് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെന്റിലേക്ക് നിങ്ങൾ ട്രയാങ്കിൾ കൊടുക്കുക. അപ്പൊ അതുപോലുള്ള നിങ്ങൾ റെക്റ്റാങ്കിൾ കൊടുക്കുക. അപ്പൊ അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കാം. അപ്പൊ അൽഗോരിതം ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നി നിങ്ങൾ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അപ്പൊ ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.